പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സജയനെ കൊടുക്കണം എന്നുള്ള തീരുമാനവുമായി ഗൗതമും കൂട്ടരും മുന്നിലേക്ക് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ ആ രഹസ്യം മുന്നിലേക്ക് കടന്ന് വരുന്നത്. വീട്ടിലുള്ള എല്ലാവരും തള്ളിപ്പറഞ്ഞതിനെ തുടർന്ന് പ്രവീണ ആ തീരുമാനം എടുത്തിരിക്കുകയാണ്. എല്ലാവരെയും ഉപേക്ഷിച്ചുകൊണ്ട് പോവുക. തൻ്റെ മരണക്കുറിപ്പ് എഴുതി വെച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഈ കാര്യം ഇതേ തുടർന്ന് നന്ദയും കൂട്ടരും അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോവുകയാണ്. മാത്രവുമല്ല, എന്താണ് സംഭവിച്ചത് എന്നറിയാതെ പകച്ചു പോകുന്ന നന്ദ അവൾ കടുംകൈ കാണിക്കും എന്നുള്ള കാര്യം വീട്ടുകാരോട് പറയുന്നു. അവൾ മരിക്കും മുമ്പ് നമുക്ക് പ്രവീണയെ രക്ഷിക്കണം, നമ്മളെല്ലാവരും അവളുടെ കൂടെയുണ്ട് എന്നുള്ള കാര്യം അവൾക്ക് ഉറപ്പു നൽകണം. എന്നാൽ മാത്രമാണ് അവൾ ജീവിതത്തിലേക്ക് തിരികെ വരികയുള്ളൂ എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ എന്ത് സംഭവിച്ചാലും പ്രവീണയെ കണ്ടെത്തണം എന്നുള്ള തീരുമാനത്തിൽ മുന്നിലേക്ക് പോകുന്ന നന്ദ ഉടൻ തന്നെ ഫോൺ വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിക്കാൻ തീരുമാനമെടുക്കുകയും ഗൗതമിനോട് വീട്ടിലൊരു ലെറ്റർ എഴുതി വെച്ച് ഇവിടെ നിന്ന് പ്രവീണ പോയിരിക്കുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. പ്രവീണ എവിടേക്കാണ് പോയത്? എന്താണ് ലെറ്ററിൽ എഴുതിയിട്ടുള്ളത്? നിങ്ങൾക്കാർക്കും ശല്യമായി ഞാൻ ഇനി ഉണ്ടാവുകയില്ല. എനിക്ക് സജയന്റെ കൂടെ പോകാൻ താല്പര്യമില്ല എന്നും നിങ്ങളെ ഒരിക്കലും ചതിക്കുന്നതിനായി ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നുമാണ് കത്തിലുള്ളത്. മാത്രവുമല്ല, ഇനിയൊരിക്കലും തിരികെ വരികയില്ല എന്നുള്ള കാര്യവും എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കം പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്ന നന്ദ അതിനു മുൻപ് തന്നെ അവളെ രക്ഷിക്കണമെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് തൻ്റെ അന്വേഷണവുമായി മുന്നിലേക്ക് പോകുന്ന ഗൗതം സജയന്റെ വീട്ടിലേക്ക് എത്തുന്നു. പോലീസുകാരുമായി എത്തുന്ന ഗൗതം എവിടെയാണ് പ്രവീണ എന്ന് ചോദിക്കുന്നു. തനിക്ക് അറിയില്ല, ഞാൻ അവളെ ഇന്ന് കണ്ടിട്ടില്ല. ഞാനിന്ന് വീട്ടിൽ വന്നപ്പോഴാണ് അവളെ കണ്ടത്. അല്ലാതെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന സജയൻ എന്താണ് കാര്യമെന്ന് ചോദിച്ചതിനെ തുടർന്ന് വീട്ടിൽ നിന്ന് പ്രവീണ ഇറങ്ങിപ്പോയി എന്നുള്ള കാര്യം ഗൗതം തുറന്നു പറയുകയാണ്. പക്ഷേ അവൾക്ക് ഇനി എന്തെങ്കിലും സംഭവിക്കുകയോ അവൾ എന്തെങ്കിലും കടുംകൈ ചെയ്യുകയോ ചെയ്തു എങ്കിൽ നീ അകത്തു പോവും. ഈ ലെറ്റർ വെച്ച് നിന്നെ അകത്താക്കാൻ പറ്റും എന്നും വ്യക്തമാക്കുന്ന ഗൗതം ഇതേ തുടർന്ന് അവിടെ നിന്ന് അന്വേഷണവുമായി മുന്നിലേക്ക് പോവുകയാണ്. അപ്രതീക്ഷിതമായുള്ള പ്രവീണയുടെ ഈ തീരുമാനം അറിഞ്ഞത് തിരിച്ചടിയായിരിക്കുകയാണ് സജയന്റെ പദ്ധതികൾക്ക്. ഇതോടെ സജയൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നു. എന്തെങ്കിലും മണ്ടത്തരം അവൾ കാണിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് സജയൻ ഉറപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ ഇതേ സമയമാണ് പ്രവീണയെ കണ്ടു എന്നുള്ള ഫോൺ കോൾ ഗൗതമിന് ലഭിക്കുന്നത്. ഇതോടെ ഗൗതമും നന്ദയും കുതിച്ചെത്തുകയാണ് പ്രവീണയുടെ അടുത്തേക്ക്. അവിടെ വെച്ച് ആത്മഹത്യ ചെയ്യുന്നതിനായി ശ്രമിക്കുകയാണ് പ്രവീണ. ഇതോടെ പ്രവീണയോട് മണ്ടത്തരമൊന്നും കാണിക്കരുത് എന്ന് വ്യക്തമാക്കുന്ന അവർ പ്രവീണയുടെ കൂടെ ഞങ്ങളുണ്ട് എന്നുള്ള ഉറപ്പ് നൽകുകയും ഈ പ്രശ്നം പരിഹരിക്കാം എന്നുള്ള വാഗ്ദാനം നൽകി ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ട് വരികയും ചെയ്തിരിക്കുകയാണ്. Do like, share and subscribe.